ഹായ് ഗേസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളൊരു മോർണിംഗ് റൊട്ടീൻ വ്ളോഗാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള വ്ളോഗാണ്. അപ്പോൾ നമ്മൾ കാലത്തെല്ലാം അടിച്ചു വാരലെല്ലാം കഴിഞ്ഞ് വെള്ളമെല്ലാം തെളിച്ച് റെഡിയാക്കി. അപ്പോൾ നമ്മളിന്ന് എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് മോർണിംഗ് ക്ലിപ്സ് എല്ലാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്ന പരിപ്പ് കറിയൊക്കെയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി പരിപ്പ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം വലിയുള്ളി, അതിലേക്ക് തക്കാളി, പിന്നെ പുളിപ്പിന് ആവശ്യത്തിനുള്ള തക്കാളി, പിന്നെ 4-5 വെളുത്തുള്ളി, പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒരു 4-5 വിസിൽ അടുപ്പിച്ച് വയ്ക്കുക. നമ്മൾ കടഞ്ഞെടുക്കാനാണത്. അതിനുശേഷം പരിപ്പെല്ലാം പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് തളിക്കാൻ വേണ്ടി ഞാൻ കടുക് നന്നായി എണ്ണ ഒഴിച്ച് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വറമുളക് 2-3 ആഡ് ചെയ്തിട്ടും 3 വറമുളക്, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള 2-3 ചെറിയുള്ളിയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ചെറിയുള്ളി ചെറിയ പീസസായി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കായപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ അതിനുള്ള കറിവേപ്പില കാര്യങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി പരിപ്പ് വെന്തതിൽ നല്ലതുപോലെ കടഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നല്ല തിള വരട്ടെ. വേറെ എക്സ്ട്രാ ആയിട്ടുള്ള സ്പൈസസായി മുളക് പൊടി, മഞ്ഞൾപ്പൊടി മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ആവശ്യമുള്ള പുളിപ്പിന് മാത്രമായിട്ട് ഞാൻ കുറച്ച് പുളിവെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി തിള വന്നതിന് ശേഷം അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. പരിപ്പ് നന്നായി കടഞ്ഞതാണ് കേട്ടോ. നന്നായി അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പരിപ്പ് കറിയും തന്നെയാണ്. പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടിച്ചു വിടുകയാണ്. വീക്ക്ലി വൺസോ 2 വീക്സ്ലി വൺസോ ഇങ്ങനെയാണ് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാവരെയും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾക്കിനി എല്ലാ വീഡിയോസുകളും ഇൻക്ലൂഡ് ആക്കുന്നില്ല. അത് ലെങ്തി ആകുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ വീഡിയോസ്. അപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഏകദേശം കഴിയാറായി. പിന്നെ നമ്മൾ കുറച്ച് തുണിയെല്ലാം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഷീനിൽ നിന്ന് എടുത്ത് നമ്മൾ ഉണങ്ങാനിട്ടാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ മുകളിൽ. അതുകൊണ്ട് ട്രൈപ്പോഡൊന്നും വയ്ക്കുന്നത് വീഴുന്ന ചാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മളുടെ ഈവനിങ് ആയി. നമ്മൾ വിളക്കെല്ലാം വെച്ചതിന് ശേഷം വിളക്കെല്ലാം വെച്ചു. വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞ് നമ്മൾ ഈവനിങ്ങുള്ള ഫുഡ് റെഡിയാക്കാൻ പോകാം. ഇനി അതിലേക്ക് നമ്മൾ ക്യാരറ്റ്, തക്കാളി, ഉള്ളി, പിന്നെ ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഗോതമ്പ് റവ നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് താളിക്കാൻ വേണ്ടി കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കുറച്ച് 2 വറമുളക്, പിന്നെ ഉണ്ടമുളക് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വറമുളക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് കറിവേപ്പില, പിന്നെ നമ്മളുടെ ഇഞ്ചി കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി ഇതാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മളുടെ ഉള്ളി, പിന്നെ ചെറിയുള്ളി, വലിയ ഉള്ളി, പിന്നെ ക്യാരറ്റ് കട്ട് ചെയ്തത് എല്ലാം കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക. വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി ആഡ് ചെയ്ത് എല്ലാം റെഡി ആയതിനു ശേഷം നമുക്കതിൽ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നന്നായി തിള വരട്ടെ. ഉപ്പെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് നമ്മളുടെ വറുത്ത് വെച്ച റവ കൂടിയിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മളുടെ വെള്ളമെല്ലാം വറ്റി വരുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ നന്നായി വറ്റിയെല്ലാം വന്ന് ഉപ്പുമാവ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് നമ്മളുടെ ഗോതമ്പ് റവ ഉപ്പുമാവ് റെഡിയായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഫുള്ളായി വാച്ച് ചെയ്യണത്. അപ്പോൾ ഓക്കെ, ബൈ.